വാർത്തയിലേക്ക് വീണ്ടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രൂക്ഷ വിമർശനവുമായി സിപിഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. നിലമ്പൂരിൽ പരാജയത്തിന് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചെന്നും PV അൻവറിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പ്രവർത്തന റിപ്പോർട്ട്. യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് യൂനസിലേക്ക് വരാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രൂക്ഷ വിമർശനമാണ് CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത്. നിലമ്പൂരിൽ പരാജയത്തിന് കാരണമായത് ഭരണവിരുദ്ധ വികാരമാണ് എന്നും UDFന് അനുകൂലമായിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു എന്നും പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PV അൻവറിനെ വിലയിരുത്തുന്നതിലും പരാജയപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിശദാംശങ്ങൾ യൂനസ് അഹമ്മദ് നൽകും. യൂനസ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിമർശനങ്ങളാണ് CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയവുമായി രൂക്ഷ വിമർശനമാണ് മലപ്പുറം ജില്ലാ CPI ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ പരാജയത്തിന് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് അത് തിരിച്ചറിയാൻ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് LDF നേതാക്കൾക്ക് സാധിച്ചില്ല എന്നൊരു വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. CPM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ വിമർശനങ്ങൾ ഉയർന്നത്. അതോടൊപ്പം LDF സ്ഥാനാർത്ഥിയെ കുറിച്ചും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. M സ്വരാജ് ആദ്യം CPM അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതായിരുന്നു M സ്വരാജിന്. ആ ചുമതല നൽകിയ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചു എന്നാണ് ഈ CPIയുടെ വിലയിരുത്തൽ. അതോടൊപ്പം ഏറ്റവും നിർണായകമായ ഒരു വിലയിരുത്തലുള്ളത് PV അൻവറിനെ കുറിച്ചാണ്. PV അൻവറിനെ വിലയിരുത്തുന്നതിൽ ഈ മുന്നണി പരാജയപ്പെട്ടു എന്നുള്ള ഒരു വിലയിരുത്തലും CPIക്കുണ്ട്. പ്രത്യേകിച്ച് 20,000-ഓളം വോട്ട് PV അൻവർ അവിടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പിടിച്ചു. അത് നിസ്സാരമായി കണ്ടു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് PV അൻവർ പിടിച്ചതെന്നാണ് CPIയുടെ ഒരു കണ്ടെത്തൽ. ഏതായാലും ഈ PV അൻവറിനെ വിലയിരുത്തുന്നതിൽ വലിയ തോതിൽ മുന്നണിക്ക് പരാജയം സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ CPIക്കുണ്ട്. അതോടൊപ്പം UDFന് അനുകൂലമായി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചെന്നും ഒരു കണ്ടെത്തലുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയുണ്ടായി. അതോടൊപ്പം മുസ്ലിം വോട്ട്, പ്രത്യേകിച്ച് PV അൻവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ കാരണമായി എന്നും ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 ദിവസമായി ഈ ഒരു സമ്മേളനം ആരംഭിച്ചത്. നാളെയാണ് ഈ സമ്മേളനം അവസാനിക്കുക. ദിവ്യ. ശരി, യൂനസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകി.